CPM നേതാവ് നിതിൻ കണിച്ചേരി ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. നിതിൻ, എന്താണ് ഇതേക്കുറിച്ച് പറയുവാനുള്ളത്? ഇത് വോട്ടിന് പണം ഇടപാട് തന്നെയാണോ? ഇല്ല, BJP പാലക്കാട് മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതിന് ശേഷം വ്യാപകമായി പണം, ഉപഹാരങ്ങൾ എന്നിവയെല്ലാം നൽകി വോട്ടർമാരെ സ്വാധീനിക്കാൻ കഴിയുമോ എന്ന് നോക്കി വരികയാണ്. ഇന്നലത്തെ BJPയുടെ പ്രചരണ സമാപനത്തിൽ തന്നെ എത്തിയിട്ടുള്ള ആളുകളെല്ലാം ഏതാണ്ട് ഒരേ വസ്ത്രം ധരിച്ച് ആണ് വന്നിട്ടുള്ളത്. ഇപ്പൊ വസ്ത്രം, സാരി ഇങ്ങനെയുള്ള സാധനങ്ങൾ വിതരണം ചെയ്യുന്നു ഒരു ഭാഗത്ത്. ഇന്ന് സ്ഥാനാർത്ഥി തന്നെ നേരിട്ടിറങ്ങി വോട്ടർമാർക്ക് പണം നൽകുന്നു എന്ന നിലയിലാണ് വന്നിട്ടുള്ളത്. ഇത് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഞങ്ങളെല്ലാം ഇത്തരത്തിൽ BJPയുടെ പ്രവർത്തകർ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സ്ഥാനാർത്ഥിയുടെ നേതൃത്വത്തിൽ തന്നെ ഈ നീക്കം നടക്കുന്നു എന്നെല്ലാമുള്ള ആരോപണങ്ങൾ ഞങ്ങൾ പറഞ്ഞിരുന്നതാണ്. ഇന്നിപ്പോ തെളിവ് സഹിതം അത് പുറത്തു വന്നിരിക്കുകയാണ്. സ്ഥാനാർത്ഥി നേരിട്ട് തന്നെ വാഹനത്തിലെത്തി സ്ഥാനാർത്ഥിയുടെ കൂടെയുള്ളയാള് ഇത്തരത്തിൽ പണം നൽകുകയാണ്. മാത്രമല്ല, ഇവരൊരു ലിസ്റ്റ് എടുത്തതുപോലെയാണ്. ഒരു പ്രദേശത്തിനകത്ത് വയോധികരായിട്ടുള്ള ആളുകൾ, കിടപ്പ് രോഗികൾ, അതുപോലെ തന്നെ തുടർ ചികിത്സ ആവശ്യമായിട്ട് വരുന്ന ആളുകൾ, ഡയാലിസിസ് പേഷ്യന്റ്, ഇങ്ങനെയെല്ലാം ഉള്ളവരെ ലിസ്റ്റ് എടുത്ത് അവരെ എല്ലാം ചെന്ന് കണ്ട് പണം നൽകി ആ വോട്ടുകൾ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റിയെടുക്കാൻ കഴിയുമോ എന്നാണ് BJPയുടെ സ്ഥാനാർത്ഥിയും BJP നേതൃത്വവും പരിശ്രമിക്കുന്നത്. 100 കണക്കിന് കോടി രൂപയാണ് പാലക്കാട് മണ്ഡലത്തിലേക്ക് അല്ലെങ്കിൽ അവരെത്തിച്ചിട്ടുള്ളത്. കോടിക്കണക്കിന് ഉറവിടമില്ലാത്ത പണം, 10,000 രൂപയിൽ കൂടുതൽ തെരഞ്ഞെടുപ്പ് ചിലവിൽ ഏത് നിലയിൽ ചെലവഴിക്കണമെങ്കിലും അത് ബാങ്ക് അക്കൗണ്ട് ത്രൂ മാത്രമേ കഴിയൂ എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമമുള്ള ചട്ടം പുറത്തിറക്കിയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണിത്. ആ സമയത്താണ് സ്ഥാനാർത്ഥിയുടെ കൂടെ പോകുന്ന ആളുകൾ കോടിക്കണക്കിന് രൂപ ഇങ്ങനെ പണമായി, ഇവർക്ക് എവിടെ നിന്നാണ് ഈ പണം, ഇങ്ങനെ കറൻസി നോട്ടുകളായി പണം ഇങ്ങനെ എവിടെ നിന്ന് വരുന്നു എന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട്. പരാതി കൊടുത്തിട്ടുണ്ടോ? CPM കൊടുത്തിട്ടുണ്ട്. CPM പരാതി കൊടുത്തിട്ടുണ്ട്. ഈ പ്രദേശത്ത് തന്നെ അവിടുത്തെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, അതുപോലെ തന്നെ CPMന്റെ നേതാക്കളെല്ലാം ഇതുമായി ബന്ധപ്പെട്ട് ഇലക്ഷൻ കമ്മീഷനും പോലീസിലും പരാതി ഇതിനോടകം നൽകിയിട്ടുണ്ട്. ശരി, നിതിൻ കണിച്ചേരിയാണ്, CPMന്റെ പ്രതിനിധിയാണ് ഈ കാര്യത്തിൽ പ്രതികരിച്ചത്. ഏതായാലും സംഭവം ഗൗരവമുള്ളതായി മാറുകയാണ്. ശോഭാ സുരേന്ദ്രന് വേണ്ടി പാലക്കാട് പണം ഒഴുക്കുന്നുവെന്ന പരാതി ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇതിന് തെളിവായിട്ട് ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് സ്ഥലത്തെ കോൺഗ്രസ് നേതാക്കളാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.